ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ അങ്ങനെ വന്നു കേട്ടോ. പെരുന്നാളിൻ്റെ തലേന്നുള്ള നോമ്പുണ്ടല്ലോ, അപ്പോൾ ആ നോമ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഫുൾ റെസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്, നോമ്പൊക്കെയാണല്ലോ. പിന്നെ അതുമല്ല എൻ്റെ കാലിന് ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നല്ല, ഈ കാലിൻ്റെ സൈഡ് ഇങ്ങനെ പഴുക്കില്ലേ, ഇങ്ങനെ വിരൽ ചുറ്റോ അങ്ങനെ എന്തോ ഒരു പേരുണ്ട്. കുഴുനകം കുത്തണ പോലെ, കുഴുനകം കാല് കുത്തൂലേ, കുഴുനകം കാലേ കുത്തല്ല, കാലിൽ കുഴുനകം കുത്തൂലേ, അതുപോലെ ഒരു സംഭവമുണ്ട് ഈ സൈഡിൽ ഇങ്ങനെ. പക്ഷെ അന്ന് നഖം ഇറങ്ങിയിട്ടുള്ള കുഴുനകം കുത്തിയണില്ല, എന്തോ വിരൽ ചുറ്റ് അങ്ങനെ എന്തോ ഉണ്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞേ അങ്ങനെയാണെന്നാണ് പറഞ്ഞ്. അങ്ങനെ കാലിന് അത്യാവശ്യം നീരും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആ തന്തവിരലുണ്ടല്ലോ, നമ്മുടെ വലിയ വിരലുണ്ടല്ലോ തന്തവിരൽ, അതിൻ്റെ സൈഡിലാണ് കേട്ടോ അത്യാവശ്യം വേദന വെച്ചാൽ കാല് നിലത്ത് കുത്താൻ പറ്റില്ലാത്ത വേദന. ഇന്ന് രാത്രി കിടന്നിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇക്ക പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോവാമെന്ന് പറഞ്ഞിട്ട്. ഇതുപോലെ മുമ്പ് ഇക്കയുടെ കയ്യിൽ വന്നിട്ടുണ്ട്. കയ്യിൽ വന്ന സമയത്താണ് കീറിയതാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കീറിയതാണ്. അത് കാരണം എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. എനിക്ക് പേടിയാണ്, കുറഞ്ഞില്ലേ നാളെ പോവാമെന്ന് പറഞ്ഞിട്ടോ. പിറ്റേന്നത്തേക്കും എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ, ഒട്ടും വരില്ല, നല്ല വേദന ഉണ്ടായിരുന്നു കാലിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ സമയം കഴിച്ച് കൂട്ടി. നിച്ചുകുട്ടൻ അപ്പുറം കിടക്കുന്നുണ്ട്. നിച്ചുകുട്ടൻ്റെ പുതിയ കട്ടിലും പെട്ടൊക്കെ മേടിച്ചാൽ പിന്നെ പുള്ളി സ്ഥിരം ഇപ്പോൾ അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ കിടന്ന് ചുമ്മാ കിടക്കണേട്ടോ, ഉറങ്ങണയൊന്നുമല്ല, ചുമ്മാ കിടക്കണയാണ്. എൻ്റെ അടുത്ത് വന്ന് കിടന്നിട്ട് അവൻ അപ്പം തന്നെ എണിച്ച് അപ്പുറം പോയി കിടന്നു. അവൻ്റെ കട്ടിലും ബെഡ് ആണല്ലോ, അതുകൊണ്ട് കേട്ടോ. അപ്പോൾ അവനങ്ങനെ കിടക്കട്ടെ. നമുക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ നമുക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് പരിപാടികളുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പം ഒരുപാട് വീഡിയോസും എനിക്കിതിലേക്ക് എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ, കാരണം അത്യാവശ്യം വേദന ഉണ്ടായിരുന്നു കാലിന്. നിച്ചുകൂട്ടിന് നോമ്പുണ്ടായില്ല കേട്ടോ. നിച്ചുകൂട്ടിന് ഉച്ചയ്ക്ക് കഞ്ഞിക്കും കൊടുത്തിട്ട് അച്ചാറും അതൊക്കെയാണ് കേട്ടോ. ഇത് ഞാൻ തുടയ്ക്കാൻ വേണ്ടി ബക്കറ്റ് എടുത്ത് അകത്തൊന്ന് വെച്ചാണ്ട് തുടയ്ക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവിടെ സിങ്കിൽ കമത്തി വെച്ചതാണ്. ഇപ്പോൾ അവൻ അതിൽ കൂടെ വലിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബീഫ് കറി വയ്ക്കണം. ഞാൻ രാവിലെ പോയി ബീഫൊക്കെ മേടിച്ചായിരുന്നു, അത് വേറെ കാര്യം. നോമ്പല്ലേ, ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ ബീഫ് മേടിച്ചു. ബീഫ് കഴുകാൻ വച്ചേക്കനെയാണ്, വെള്ളമൊക്കെ ഒഴിച്ച് കഴുകാൻ വച്ചേക്കനെയാണ്. അതിനുശേഷം നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം സവാള, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ഇത്ര ഐറ്റം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. എത്ര എണ്ണം വെച്ചുണ്ടെന്ന് വെച്ചൊരു 3 സവാള, മീഡിയം സൈസിലുള്ള സവാള 3 എണ്ണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി, പിന്നെ ഒരു 1.5 ഉണ്ട വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക്. ഇത്രയും സാധനങ്ങൾ ഞാൻ എല്ലാം അരിഞ്ഞാണ് എടുത്തതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടി അരിഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ, എളുപ്പപ്പണി അതിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചെടുത്തതിന് ശേഷം ഞാൻ ഉള്ളി സാധനങ്ങൾ അതിലേക്ക് തന്നെ ഇട്ട് വയറ്റ് വേണ്ട. വേറെ പാത്രത്തിലേക്ക് ഇട്ട് വേണമെങ്കിൽ വയറ്റിക്കോ, വേറെ കുഴപ്പമൊന്നുമില്ല. എനിക്ക് പാത്രം കഴുകാൻ പറ്റത്തില്ലാത്ത ഞാൻ ഒരു കാര്യം ചെയ്തു, കുക്കറിലേക്ക് ഇട്ട് വയറ്റാണ്. അപ്പോൾ കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കേണ്ട, വേണേ കുറച്ച് മഞ്ഞപ്പൊടിയുടെ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വയറ്റിട്ടാൻ എളുപ്പമുണ്ട്. ജസ്റ്റ് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് അങ്ങോട്ട് വയറ്റി ഉടച്ച് കുഴച്ചെടുക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇറച്ചി വേവിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ വെന്ത് നല്ല സ്മൂത്തായിട്ടിരിക്കും കേട്ടോ, മൊത്തം ഗ്രേവി പോലെ ആയിക്കോളും. അപ്പോൾ വേറെ വിഷയമൊന്നുമില്ലല്ലോ, നല്ലോണം വെന്ത് ഉടഞ്ഞോളൂ കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരുപാട് വെന്ത് കുഴയേണ്ട, അത്യാവശ്യം ഒരു നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്താൽ ചില പെട്ടെന്ന് വയറ്റിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഉമ്മച്ചി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില സമയത്തേക്ക് എടുക്കും, മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയൊക്കെ ചെയ്യും. ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കണ്ടാവില്ല, അതാണ്. ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കും, ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കത്തില്ല. വർത്താനം പറയാൻ പോലും പറ്റില്ല, ശ്വാസം കിട്ടില്ല എന്ന്. ശ്വാസം മുട്ടാണോ അതൊക്കെ അറിയാമോ? ശ്വാസം മുട്ടൊന്നുമല്ല കേട്ടോ, കാലിന് നല്ല വേദനയും കാര്യങ്ങളും ഉണ്ട്, അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി സാധനങ്ങളൊക്കെ വൈകിട്ട് വന്നപ്പോൾ അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസ് ഇട്ട് അതിൻ്റെ പച്ചമണൊന്ന് മാറി വരുന്നതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അവർ ആണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഞാൻ വേദനയും രക്ഷയില്ലാണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് കാല് കീറി വെച്ചേക്കാം. അവരവിടെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള പഴുപ്പ് കാര്യങ്ങളെല്ലാം എടുത്ത് കളഞ്ഞ്. അയ്യോ, എനിക്കെന്ത് വേദനയാണെന്നറിയാവാ, അങ്ങനെ ഒരു പണി കിട്ടി. ഇപ്പം കാലിന് അത്യാവശ്യം നല്ല വേദന ഉണ്ട്, അതുകൊണ്ട് കേട്ടോ. അപ്പം കഥ പറഞ്ഞ് സമയം കളയുന്നില്ല,
ഞാൻ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലി മുളയ്ക്കും ഇട്ട് കൊടുത്തല്ലോ, അതിൻ്റെ പച്ചമണയൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മാറി വന്നപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാർന്ന ബീഫ് ഉണ്ടല്ലോ, ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ബീഫും മസാലയൊക്കെ ആയിട്ട് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടുന്ന രീതിക്ക് നിങ്ങൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളമോടെ ഒഴിച്ചിടും. കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുക്കാട്ടെ. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പോടെ ഇട്ട് കൊടുക്കും. കാരണം നമ്മൾ സവാള വഴറ്റാൻ നിർത്താനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേ, അതുകൊണ്ട് കുറച്ച് ഉപ്പോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നമുക്ക് നല്ലോണം അടിതട്ടി നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. കാരണം മസാലയും കാര്യങ്ങളൊക്കെ അടിയിൽ അടിഞ്ഞു കിടക്കാണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, കുക്കറെടുത്ത് അടച്ചു കൊടുക്കാം കേട്ടോ. കുക്കറിൻ്റെ അടപ്പെടുത്ത് അടച്ചു കൊടുത്തിട്ട് ഒരു 5-6 വിസിലടുപ്പിക്കുക കേട്ടോ. ആ ഇറച്ചി വെന്തില്ലെങ്കിൽ വീണ്ടും അടുപ്പിക്കേണ്ട വരും. നിങ്ങൾ ഓരോ ഇറച്ചിക്കും ഒരേ ഇതാണല്ലോ, ഇതിപ്പോൾ ബീഫാണ്, പോത്തിറച്ചി എന്നൊക്കെ പറയും, അതാണ് കേട്ടോ. അപ്പോൾ അതൊരു 6 വിസിലടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഞാനവിടെ സെറ്റായിട്ടുണ്ട്. ഇതഞ്ഞ് നമുക്കവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ താളിക്കോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താളിച്ചാണല്ലോ കറി വെച്ചത്, സവാളയ്ക്കും വൈറ്റിയാണല്ലോ കറി വെച്ചത്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഗ്യാസ് അടുപ്പിക്ക് അത്യാവശ്യം വൃത്തിയോടെയൊക്കെ ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അതിന് മുമ്പ് പുട്ടിന് പൊടി വാട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പുട്ടിന് പൊടി വാട്ടി വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് സമയമാകുമ്പോഴെടുത്ത് ചുട്ടാൽ മതിയല്ലോ, അതുകൊണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് അടുപ്പിക്കാൻ കൂടെ ക്ലീൻ ചെയ്തിടുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ. ഈ ഉച്ചയ്ക്ക് ഞാൻ ഇച്ചുകുട്ടിനെ കഞ്ഞി തിളപ്പിച്ച് ഊറ്റിയതാണ്. അന്നേരം ഗ്യാസ് അടുപ്പിലേക്ക് ചാടി. പിന്നെ അന്നേരം ഞാൻ തുടച്ചില്ല കേട്ടോ. പിന്നെ കാലിന് വേദന ആയതുകൊണ്ട് അവന് കഞ്ഞി ഞാൻ കൊടുത്തിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ച് കഞ്ഞി കൊടുത്ത് കഴിഞ്ഞപ്പോഴാണെങ്കിലോ കാലിന് നല്ല വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് തുടയ്ക്കാനും നിന്നില്ല. അപ്പോൾ ഞാൻ കറി വയ്ക്കാൻ നിർത്താണെങ്കിൽ കണ്ടു. പക്ഷേ ഞാൻ വിചാരിച്ചു ഇനി കറിയെല്ലാം വെച്ച് പണിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തുടച്ചിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി നമുക്ക് പുട്ടിന് പൊടിയൊക്കെ നല്ലോണം നനച്ച് വയ്ക്കാം. ചെറു ചൂടുള്ള വെള്ളത്തിൽ പുട്ടുപൊടി ഉണ്ടല്ലോ, നമ്മുടെ അജ്മിയുടെ പുട്ടുപൊടിയിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ചെറു ചൂടുവെള്ളം കൊണ്ട് ഇങ്ങനെ നനച്ചെടുക്കണേ കേട്ടോ. ഓവർ ചൂട് വേണ്ട, ചെറിയ ചൂട് മതി കേട്ടോ. അങ്ങനെ നനച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചാവടിക്ക് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങളെല്ലാം അങ്ങനെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കട്ട്ലേറ്റ് മേടിച്ചു, സമൂസ മേടിച്ചു, പിന്നെ പാൽച്ചായ ഉണ്ടാക്കി, നാരങ്ങ ഉണ്ടാക്കി. നാരങ്ങളൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഞാൻ അധികം തണുപ്പിലൊന്നല്ല എടുത്തേക്കണേ, ചെറിയ തണുപ്പിലാണ് എടുത്തേക്കണേ. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. നാളെ പെരുന്നാളാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വീട് വരേക്ക് ഒന്ന് പോയിട്ട് പെട്ടെന്ന് ഓടി വരാമെന്ന് വിചാരിച്ചിട്ടോ. അത് കഴിഞ്ഞ പിന്നെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയേ. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം കാല് ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ നോമ്പുറക്കലെല്ലാം കഴിഞ്ഞാണ് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. നോമ്പുറക്കലെല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴാണ് ഉമ്മച്ചി പറഞ്ഞത് ഹോസ്പിറ്റലിൽ അവർ മരുന്ന് വെച്ച് കെട്ടി തന്നിടും, അത് പൊട്ടിപ്പോവാനായിട്ടുള്ള മരുന്ന് വെച്ച് കെട്ടി തന്നിടും എന്ന് പറഞ്ഞു. ഉമ്മച്ചിനെ പറ്റിച്ചു. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാമല്ലോ എന്നുള്ള രീതിക്ക് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ലിനിക്ക് ഉണ്ട് കേട്ടോ. അവിടെ കയറിക്കണ്ട്. അവിടെ ചെന്നപ്പോഴാണ് നഴ്സുമാരോട് വെച്ചപ്പോഴാണ് പറഞ്ഞു, അവർ പറഞ്ഞ് പൊട്ടിപ്പോകാനുള്ള മരുന്ന് വെച്ച് തരാം, കീറൂല എന്ന് പറഞ്ഞിട്ടോ. എൻ്റെ പൊന്നോ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് ഡ്രസ്സ് ചെയ്യാനിരുന്നപ്പോൾ അവർ ഒരു ബ്ലേഡ് പോലത്തെ സാധനം എടുത്തുകൊണ്ട് കീറി. കാരണം അതിൻ്റെ ഉള്ളിൽ പഴുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് കൂടുതൽ ഇതാവാണ്ടിരിക്കാനാണ് അവരങ്ങനെ ചെയ്ത് സെറ്റാക്കിയത്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വേദനയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അന്നേരം ചെയ്തില്ല, വീണ്ടും അത് നമുക്ക് തന്നെ ദൂഷ്യമായിട്ട് മാറും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതുണ്ടല്ലോ മാങ്ങാപ്പഴം ഉണ്ടല്ലോ, മാങ്ങാപ്പഴം ഉമ്മച്ചി ചെത്തി വെച്ച് തന്നതായിരുന്നു. ഇക്ക കുറച്ച് മാങ്ങപ്പഴം കൊടുന്നുണ്ടായിരുന്നു വന്നപ്പോൾ, പണിക്ക് പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അത് നമ്മുടെ പഞ്ചസാരയൊക്കെ ഇട്ട് അത്യാവശ്യം നല്ലോണം ഒന്ന് വയറ്റി വെക്കണതാണ് കേട്ടോ. ഈ മാങ്ങയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ എനിക്ക് അവിടെ നിന്ന് ചായ കുടിക്കുന്ന വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം കാലിന് അത്യാവശ്യം നല്ല വേദനയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.